അസ്സലാമു അലൈക്കും. വല്ലാതെ പ്രയാസപ്പെട്ട ഒരു രോഗിയുടെ അവസ്ഥയും അതിൽ നിന്ന് അക്യുപങ്ക്ചറിലൂടെ അവർക്കുണ്ടായ മോചനവും അതാണ് ഇവിടെ നമ്മളെ നിത പറയാൻ പോകുന്നത്. അപ്പൊ നിതന്റെ എക്സ്പീരിയൻസ് നമുക്ക് നിതയിലൂടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നിത വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന പ്രയാസം ഉണ്ടല്ലോ, എന്താണ് പ്രയാസം എന്നുള്ളത് നിതന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞു. പീരീഡ്സ് സമയത്താണ് എനിക്ക് ഭയങ്കര പെയിനാ ഫസ്റ്റ് വന്നേ. അപ്പോ ആദ്യം സ്റ്റാർട്ടിങ് ചെയ്തപ്പോ അത്ര വലിയ പെയിൻ ഉണ്ടായിരുന്നു. അതായത് പീരീഡ്സ് തുടങ്ങിയപാടെ അത്ര വലിയ പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ അത് മാരേജ് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര സഹിക്കാൻ കഴിഞ്ഞാലും അപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഫസ്റ്റ് ഇഞ്ചക്ഷൻ പോയി വെക്കും. അങ്ങനെ 2-3 പ്രാവശ്യം ഇഞ്ചക്ഷൻ വെച്ച് പിന്നെ പോയപ്പോ പിന്നെ അടുത്ത മാസമായപ്പോ രണ്ട് ദിവസം ഇഞ്ചക്ഷൻ വെക്കലാണ്. എന്നിട്ടൊന്നും ഇത് കുറയുന്നില്ല. ഇഞ്ചക്ഷൻ വെച്ചപാട് തന്നെ കുറച്ച് കുറവുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞങ്ങള് വേറൊരു ഡോക്ടർ കാണിക്കാൻ പോയി. അപ്പൊ ഡോക്ടർ ആദ്യം പറഞ്ഞു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഗുളിക കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ 3 മാസം കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. അതിൽ ചിലപ്പോ പ്രഗ്നന്റ് ആയാല് പിന്നെ ഈ പീരീഡ്സിന്റെ പെയിൻ ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ 3 മാസം കഴിച്ചിട്ട് പ്രഗ്നന്റ് ഒന്നും ആയില്ല. ഹസ്ബൻഡ് നാട്ടിൽ തന്നെയാണ്. പിന്നെ നമ്മൾ കാണിക്കാൻ പോയപ്പോ ഡോക്ടർ പറഞ്ഞ് കുറെ സ്കാനിങ്ങിന് ഇത് തന്നു. അപ്പൊ സ്കാനിങ് എല്ലാം ചെയ്ത് അതെല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്കാനിങ് ആയിരുന്നു. അപ്പൊ അതെല്ലാം ചെയ്തിട്ട് അതിലെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് അപ്പൊ കുറെ ഇനിയും ട്രീറ്റ്മെന്റ് ചെയ്യണം. അപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പ്രഗ്നന്റ് ആയാല് ആ മാസം ബ്ലീഡിങ് വരില്ലല്ലോ, പീരീഡ്സ് ആവില്ലല്ലോ. അന്നപ്പോ ആ വേദന നമുക്ക് കുറച്ചെടുക്കാന്ന് പറഞ്ഞു. പിന്നെ അതിന് വേണ്ടിട്ട് കുറെ ട്രീറ്റ്മെന്റ് ചെയ്ത് ഏകദേശം 1 വർഷം ട്രീറ്റ്മെന്റ് ചെയ്ത്. അപ്പൊ എന്നിട്ടൊന്നും ഇത് കൂടെ ചെയ്യുന്നത്. അപ്പൊ ലാസ്റ്റ് ഒരു പറഞ്ഞ് ട്യൂബില് ഒരു ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. ആ ബ്ലോക്ക് ഒന്ന് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് വേണ്ടിട്ട് ഒരു ദിവസം അഡ്മിറ്റ് ആയി ബ്ലോക്ക് റിമൂവ് ചെയ്ത്. അപ്പോ നമ്മളോട് പറഞ്ഞ് പീരീഡ്സിന്റെ പെയിൻ ഒന്നും കുറയില്ല, പക്ഷെങ്കില് നമുക്ക് പ്രഗ്നന്റ് ആവാനുള്ള ചാൻസ് കൂടുന്നതാണ്. അപ്പൊ നമ്മളത് ചെയ്ത് പിന്നെയൊന്നും പ്രഗ്നന്റ് ആവുന്നില്ല. ഈ ഗുളിക പോലെ തരുന്ന ഗുളിക ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഡോക്ടർ പറഞ്ഞു 1 മാസം കൂടി കഴിക്കി എന്നിട്ട് നമുക്ക് നോക്കാൻ പറഞ്ഞു. ആ 1 മാസം കഴിച്ച് ആ 1 മാസം പിന്നെ ഒരു ഇഞ്ചക്ഷൻ എല്ലാം വെക്കാൻ പറഞ്ഞു. ഇഞ്ചക്ഷൻ എല്ലാം വെച്ചിട്ട് എന്നിട്ട് നോക്കാന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും ചെയ്തിട്ടൊന്നും പ്രഗ്നന്റ് ആവുന്നില്ല. പിന്നെ ഭയങ്കര ഈ പെയിന് ഭയങ്കര കൂടുതലായി. അപ്പൊ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഈ പെയിൻ ഇപ്പൊ ഭയങ്കര സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു ഇഞ്ചക്ഷന് പകരം വേറൊരു ഗുളിക കൊണ്ട് സജസ്റ്റ് ചെയ്ത് അതിങ്ങനെ ഉള്ളിൽ വെക്കുന്ന ഗുളിക എന്നാ പറഞ്ഞത്. അത് വെച്ചാൽ പെയിന് കുറയുന്നു. പക്ഷെ അത് അത്ര നല്ലല്ല ആ ഡോക്ടറിനെ പറഞ്ഞു. അങ്ങനെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. പക്ഷെ അത് അത്ര നല്ല ഗുളിക ഒന്നല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ അത് എല്ലാം ചെയ്ത് അത് വെക്കുമ്പോ ഭയങ്കര കുറവുണ്ട് വേദന. കുറച്ചേന് പിന്നെയും തുടങ്ങും. അങ്ങനെ എന്റെ ഒരു ഇത് അങ്ങനെ പിന്നെ അതെല്ലാം വെച്ച് എന്നിട്ടൊന്നും മാറ്റില്ല. പിന്നെ ഈ വേദന കൂടാൻ തുടങ്ങി ഭയങ്കരമായിട്ട് കൂടി പിന്നെ അത് ഒരു മാനസികം പോലായി. ഭയങ്കര ആ വേദന വരുമ്പോ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. എല്ലാം അടിച്ച് പൊട്ടിക്കാനല്ല തോന്നുന്നു. കെടുക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ കഴിയുന്നില്ല. ഇത് ഭയങ്കര ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അന്നപ്പോഴാണ് നമ്മൾ ഈ അക്യുപങ്ക്ചറിലേക്ക് വന്നത്. അപ്പൊ ഈ ട്രീറ്റ്മെന്റ് എടുത്തപാടൊന്നും എനിക്ക് അങ്ങനെ ഫസ്റ്റ് അത്ര മാറ്റം വന്നില്ല. പിന്നെ ശരിച്ച് ഇതിൽ തന്നെ നിന്ന് മറ്റേ ട്രീറ്റ്മെന്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അതിനുശേഷമാണ് ഇപ്പൊ അൽഹംദുലില്ലാ. എത്ര മാസമായി അക്യുപങ്ക്ചർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ? 3 മാസം കഴിഞ്ഞു. അക്യുപങ്ക്ചർ ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷം 3 പ്രാവശ്യം പീരീഡ്സ് ആയി. 3 പ്രാവശ്യം പീരീഡ്സ് ആയി. അതില് ആദ്യത്തെ പീരീഡ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യത്തെ പീരീഡ്സ് ഒരു പോയിന്റ് അത്ര ഒരു കുറവുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് നല്ല പെയിൻ ഉണ്ടായി. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം പിന്നെ അത് കുറച്ചുകൂടി കുറഞ്ഞ് എന്നാലും പെയിൻ ഉണ്ട്. മൂന്നാമത്തെ പ്രാവശ്യം നല്ല മാറ്റം ഫീൽ ചെയ്യാൻ തുടങ്ങി. 3ാമത്തെ പ്രാവശ്യമാണ് നല്ല മാറ്റം. ആ ഒരു കടുപ്പെല്ലാം കുറഞ്ഞ് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നീഡിൽ ചെയ്യുന്നുണ്ട്. തുടർച്ചയായിട്ട് എല്ലാ ആഴ്ചയും നീഡിൽ ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ നമുക്ക് നല്ല മാറ്റമുണ്ട്. ഈ കഴിഞ്ഞ പീരീഡ്സ് നല്ല മാറ്റം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് മുമ്പത്തെ വേദനകൾ ഓർമ്മ ഉണ്ടോ? അന്ന് അനുഭവിച്ച വേദനകളൊക്കെ വേദന ഓർമ്മയുണ്ട്. നല്ല വേദന ഓർമ്മയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത്രയും മാറ്റം ഫീൽ ചെയ്യുന്നത്. ആ വേദനയുള്ള സമയത്ത് എന്തൊക്കെ മറ്റു പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു? ശാരീരികവും മാനസികമായ പ്രയാസങ്ങള്? ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു ഉണ്ടായ പ്രയാസം? ഭയങ്കര ഇറിറ്റേഷൻ, പിന്നെ പെരാന്ത് പിടിക്കുന്ന ഒരവസ്ഥ, എല്ലാത്തിനോട് ദേഷ്യം. എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഇത് വയറ്റിന്ന് ഭയങ്കര കടിച്ചിലെടുക്കുന്നത് എന്തോ ഈ സൂചിയെല്ലാം കുറെ സൂചി കൊണ്ടിട്ട് നമ്മള് വയറിനിങ്ങനെ കുത്തുന്ന ഫീൽ ആയിരുന്നു. അപ്പൊ പിന്നെ വലിഞ്ഞു മുറുക്കുന്ന ഫീല്, അങ്ങനൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ അൽഹംദുലില്ലാ. ഇതൊക്കെ ഓർമ്മ
ഓർമ്മയുണ്ടോ നിത ഫസ്റ്റ് ഇവിടെ വരുന്ന സമയത്ത് നിത ഇഞ്ചക്ഷൻ അടിച്ചിട്ടും വേദന മാറാതെ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് കുറച്ചു നേരം ഇവിടെ കിടത്തിയതിനു ശേഷം അൽഹംദുലില്ലാ അത്യാവശ്യം ഒരു കുറവ് വന്ന് പോയത്. പൊതുവെ ആളുകൾക്ക് ഒരു ധാരണ എന്താന്ന് പറഞ്ഞാല് അലോപ്പതിയിൽ പോയാലാണ് വേഗം വേദനക്ക് ഒരു ആശ്വാസം നല്ലത്. സത്യം എന്താ നടക്കുന്നത് പറഞ്ഞാല് ആദ്യം മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് വേദന അറിയുന്ന ആ സെൻസിനെ തൽക്കാലത്തേക്ക് മറച്ചു വെക്കുകയും ഒരു സമയം കഴിയുമ്പോൾ മെഡിസിന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ, അതായത് മെഡിസിൻ എഫക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോകും. അപ്പൊ പിന്നെന്ത് ചെയ്യും, പിന്നെ ആ മെഡിസിനും ഏശാണ്ട് വരും. ആ സിറ്റുവേഷനിലാണ് നിതപ്പെടുത്തിയത്. അപ്പൊ അവിടുന്ന് തിരിച്ചു പോക്കാണ്. പക്ഷെ അൽഹംദുലില്ലാ മിറാക്കിൾ റിസൾട്ട് ആണ്. വെറും മൂന്നാമത്തെ പ്രാവശ്യം പീരീഡ്സ് ആകുമ്പോഴത്തേക്ക് ഒരുപാട് മാറ്റം. അപ്പൊ കുറച്ചു നാൾ കൂടി കഴിഞ്ഞാൽ ഇത് ഈ വിഷയമേ മറക്കും. പക്ഷെ ഇതേപോലെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നിലവിൽ ട്രീറ്റ്മെന്റിലുണ്ട്, ട്രീറ്റ്മെന്റ് കഴിഞ്ഞവരുണ്ട്. പക്ഷെ എല്ലാവരുടെയും വീഡിയോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ അലോപ്പതിയിൽ പോയി ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ അവിടുത്തെ നഴ്സുമാര് പറയുന്നുണ്ട് കാഷ്വാലിറ്റി പോയിട്ട് ഇഞ്ചക്ഷൻ വെക്കുന്നത്. അവിടെ എത്തുമ്പോൾ തന്നെ മുകളിലെ തടുത്തിട്ട് ഭയങ്കര അവസ്ഥയായിരിക്കും. അത് കാണുമ്പോൾ ഓരിക്കന്നെ പേടിയാണ്. ഒരു പറയും ഇങ്ങനെ ഇഞ്ചക്ഷൻ വെക്കുന്നത് നല്ലല്ല, അത്രയും ഡോസുള്ള സാധനമാണ് എന്നുള്ള പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ വേദന ഒന്നും അവിടെ നിർത്താൻ ലാസ്റ്റ് നമ്മളെ ഫസ്റ്റ് കാണിക്കാൻ വന്ന സമയത്ത് ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ട് കാലരണ്ട് കീഴ്പോട്ട് കുഴഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? ആ ഇഞ്ചക്ഷൻ അടിച്ചതിന് ശേഷം. അപ്പോ ഒരു ദോഷവും ഇല്ലാത്ത വെറും നിസ്സാരമായ സൂചി എങ്ങനെ മാറുമെന്ന് സംശയിച്ചിട്ടുണ്ടാവും അല്ലെ? ഇത്രയും മെഡിസിൻ ഒന്നും കഴിച്ചിട്ട് മാറിയില്ല, ഇത്രയും കൊല്ലങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്ത് മാറിയില്ല. അലോപ്പതി അത്ര ഹോപ്പില്ല. പിന്നെ നമുക്ക് കുറയുന്നതിനനുസരിച്ച് ഇതിലൊരു വിശ്വാസം വന്നു. ഫസ്റ്റ് അത്ര വിശ്വാസം ഇല്ലായിരുന്നു. പിന്നെ ഇത് കുറയുമ്പോ നമുക്ക് എന്തായാലും അതിലൊരു വിശ്വാസം വരുമല്ലോ. പിന്നെ അതിൽ തന്നെ ഉറച്ചിന്ന് പിന്നെ അലോപ്പതി പോയിട്ടേ ഇല്ല. ആ ട്രീറ്റ്മെന്റ് മൊത്തം അവിടെ നിർത്തി. പിന്നെ ഇതന്നെ ഇപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ഇതേപോലെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പൊ ഒരുപാട് ആളുകൾക്ക് ഇതിനേക്കാൾ പ്രയാസം അനുഭവിച്ച പേഷ്യന്റ് റിസൾട്ട് ഉണ്ടായ മാഷാഅല്ലാഹ്. ഒരു പേഷ്യന്റ് പറഞ്ഞത് എനിക്ക് എന്റെ ജീവിതമാണ് തിരിച്ചു തന്നതെന്നാണ്. കാരണം അവര് ഇതിനേക്കാൾ കുറച്ചൊരു പഴക്കമുള്ള കേസാണ്. പക്ഷെ അവർക്ക് പിന്നെ ഈ ഒരു വിഷയം കൊണ്ട് മാത്രം അവരുടെ ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻ തകരുകയും ഒക്കെ നടന്ന സമയത്താണ് നമ്മുടെ അടുത്ത് എത്തുന്നത്. പക്ഷെ അവർക്ക് കുറച്ചും കൂടി ഏജ്ഡ് ആണ്. ഒരു കേസ് മാത്രം, അങ്ങനത്തെ ഒരുപാട് കേസുകളുണ്ട്. അപ്പം അവിടുന്നാണ് അൽഹംദുലില്ലാ അവർക്ക് ഇതുപോലെ മിറാക്കിൾ റിസൾട്ട് ഉണ്ടായത്. പക്ഷെ പലർക്കും വീഡിയോസിന് മുമ്പിൽ വരാനുള്ള മടി ഉണ്ടാവും. പിന്നെ വില്ലിങ് ആയവരെ മാത്രമേ നമ്മള് ഇതേപോലെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവും. അവർക്ക് ഫസ്റ്റ് സംശയം ഉണ്ടാവും, അതായത് ഇത്രയും ഗുളിക കുടിച്ചിട്ട് മാറുന്നില്ല, പിന്നെ ഒരു സൂചി കുത്തിയാലും മാറുമോ അല്ലെ? അതിനുള്ളൊരു മറുപടിയാണ് ശരിക്കും ഇല്ല. അപ്പം ഒരുപാട് ആളുകൾക്ക് ഇതൊരു എന്താ പറയാ ഒരു അറിയിപ്പ് കൂടിയാണ്. അതായത് അത്രയും മെഡിസിൻസ് കഴിച്ചിട്ടും മാറാത്ത, ഇഞ്ചക്ഷൻ അടിച്ചിട്ടും മാറാത്ത എല്ലാ ഫസ്റ്റ് കുറച്ച് അധികം കുറവ് ഒരു പക്ഷേ വരില്ല. പിന്നെ അത് നമ്മൾ ഒരിക്കലും അത് ഡ്രോപ്പ് ചെയ്യരുത്. അത് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോയാലേ നമുക്ക് അത് ഫുള്ളായിട്ട് മാറും. അതെന്താന്ന് പറഞ്ഞാല് അത്രയും കാലം ഇങ്ങനെ ഈ മെഡിസിൻ കഴിച്ചോണ്ടിരുന്നു. അപ്പൊ നിങ്ങൾ മെഡിസിൻ കഴിക്കാത്തപ്പോ ആദ്യത്തെ പ്രാവശ്യം പെയിൻ വരുമ്പോ ബോഡി ഈ മെഡിസിനെ തേടും. ബോഡിക്ക് ശീലമായി. ഈ പെയിൻ വരുന്ന സമയത്ത് ഈ മെഡിസിനെയാണ് ബോഡി തെരയോ. അപ്പൊ അതിൻ്റെതായ പ്രോബ്ലംസും കൂടി ബോഡി തരും. പക്ഷെ ട്രീറ്റ്മെന്റ്, അതായത് അക്യുപങ്ചർ ട്രീറ്റ്മെന്റ് തരുന്നതുകൊണ്ട് ഒരു പരിധി വരെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം ചിലർക്ക്, അതല്ലാതെ ഫസ്റ്റ് പ്രാവശ്യം കുത്തി ആദ്യത്തെ പീരീഡ്സിൽ തന്നെ നല്ല മാറ്റം തരുന്ന ഇപ്പൊ റീസൺലി ഒരാഴ്ച ആയ പേഷ്യന്റ് ഉണ്ട്. അവർക്ക് കഴിഞ്ഞ മാസം വരെ ഇതേ ഇഷ്യൂ ആയിരുന്നു. അവർ കഴിഞ്ഞ ആഴ്ച നീറ്റിൽ ചെയ്തിട്ടാ പോയത്. അതെ 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 അവർക്ക് മെഞ്ഞാന്ന്, അതായത് ഇന്ന് 9-ാം തീയതി 6-ാം തീയതി അവർക്ക് മെൻസസ് ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചവര് പീരീഡ്സ് ആയി, ഇന്നലെ പീരീഡ്സ് ആയി, അതായത് 5-ാം തീയതി പീരീഡ്സ് ആയി, പക്ഷെ ഇതുവരെ എനിക്ക് വേദന ഒന്നും വന്നില്ല, ഇങ്ങനെ ഒറ്റ കുത്തിലൊക്കെ മാറുമോ? മനസ്സിലായോ? അപ്പൊ അതൊക്കെ മിറാക്കിൾ റിസൾട്ട് ആണ്. പക്ഷെ അത് പൊതുജനങ്ങളുടെ ഗുളിക കഴിച്ചിട്ടുണ്ടല്ലോ. അതെ 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 അതെ. അപ്പൊ ബോഡി ആദ്യം തേട മെഡിസിനെയാണ്, കെമിക്കൽ അല്ലെങ്കിൽ ഡ്രഗ്സ്, ഇതിനെയാണ് ആദ്യം ബോഡി തേടുക. കാരണം ബോഡിക്ക് ഒരു സപ്പോർട്ടിനെ എന്തായാലും ദൂഷ്യഫലമൊന്നും ബോഡി അറിയേണ്ട ആവശ്യമില്ല. ബോഡി ആദ്യം തെരയെ അതാണ്. അത് 3 മാസം കണ്ടിന്യൂസ് ആയി കുടിച്ച് പിന്നെ 3 മാസം 6 മാസം അങ്ങനെയല്ല കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി കുടിക്കുന്നില്ല ടാബ്ലറ്റ് അങ്ങനെ. അതെ അതെ. അപ്പൊ അത് നിർത്തുന്ന സമയത്ത് ബോഡി ആദ്യം അത് തെരയുന്നു. അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ട് ആദ്യത്തെ മാസം ഉണ്ടായി. പക്ഷെ 2-ാമത്തെ മാസം ആകുമ്പോഴത്തേക്ക് ബോഡി സ്വയം ഹീൽ ചെയ്യാൻ തുടങ്ങി. അതിന് ട്രീറ്റ്മെന്റ് സപ്പോർട്ട് വന്നു, അതായത് അക്യുപങ്ചർ ട്രീറ്റ്മെന്റ് സപ്പോർട്ട് വന്നു. ബോഡി സ്വയം ഹീൽ ചെയ്യാൻ തുടങ്ങി. വീണ്ടും അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് ബോഡി ഓൾമോസ്റ്റ് ഓക്കെ ആയി. അപ്പൊ ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ മറ്റു പ്രയാസങ്ങളും മാറും. അപ്പൊ ഇതൊരു പ്രയാസം, ഒരു പ്രയാസത്തിന് വന്നാൽ മറ്റു പ്രയാസങ്ങളൊക്കെ
മാറുന്ന ഒരു ചികിത്സയാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഒരു പെയിന് വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതും കുറഞ്ഞു. അതായത് പീരീഡ്സ് അല്ലാത്ത സമയത്തുള്ള സമയത്ത് വരുന്നുണ്ടായിരുന്നു. അത് ഈ ഗുളിക കഴിച്ചതിന് ശേഷം ഇതെല്ലാം തുടങ്ങി. ഒരുപാട് പ്രശ്നം ഈ ഗുളിക കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചതിന് ശേഷം ഒരുപാട് പ്രശ്നം തുടങ്ങി. അതെല്ലാം ഇപ്പൊ അൽഹംദുലില്ലാ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഇപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിലെ പീരീഡ്സ് എന്ന് പറയുമ്പോ ഭയങ്കര പേടിയായിരുന്നു. ആ ഒരു ഡേ ഇങ്ങനെ കടന്നു പോകുന്നുള്ള ഇപ്പൊ ഒരു ടെൻഷൻ വിശ്വാസം ഫുള്ളായിട്ട് പോകുന്നുള്ള വിശ്വാസം. ഇപ്പൊ ഈ ഫിസിക്കലി വന്ന ഈ ഒരു വലിയ പ്രയാസം മിറാക്കിൾ റിസൾട്ട് തന്നെയാണ് അത്. മിറാക്കിൾ റിസൾട്ട് കാരണം ഒരുപാട് ആളുകൾ സഫർ ചെയ്യുന്നതാണ്. ആദ്യമൊക്കെ ഇപ്പൊ കുട്ടികൾക്ക് ചെറിയ ചെറിയ വേദന വരുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവും. പിന്നെ വലിയ വേദന വരുമ്പോൾ പെയിൻ കില്ലേഴ്സ് കൊടുക്കും. പിന്നെ പെയിൻ കില്ലേഴ്സ് കിട്ടിയാലേ പെയിൻ സഫർ ചെയ്യാൻ പറ്റും. പക്ഷെ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന ആ സമയത്ത് മാത്രം ഉണ്ടാവും. പിന്നെ അതെ പിന്നെ അടുത്ത ഡോസ് കൊടുക്കും ഡോക്ടേഴ്സ്. പക്ഷെ ഡോക്ടേഴ്സിന് ഡോസ് കൊടുക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. പിന്നെ ബോഡിക്ക് അത് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഇതിങ്ങനെ അധികം കഴിക്കുന്നത് നല്ലതല്ല. ഓരിക്കന്നെ അറിയാം അധികം നല്ലതല്ല. പക്ഷെ വേറൊന്നും ചെയ്യാനില്ലല്ലോ ഓർക്ക്. ഇതിപ്പോ നമ്മള് കുറച്ചല്ലേ പറ്റുള്ളൂ. ആ ഒരു ടൈമിലെ വേദന. അതെ 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 അതെ. അപ്പൊ അക്യുപങ്ചർ ചികിത്സ, അതായത് ഇപ്പൊ ഇത്രയും ഗുളിക കുടിച്ച് ഇത്രയും ഡോക്ടർമാരെ കണ്ട് മാറാത്തൊരു സാധനം ഒരു ചെറിയ സൂചിയിൽ എങ്ങനെ മാറാം എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ് നിത എന്നത്. മിറാക്കിൾ റിസൾട്ട് തന്നെയാണ് നിതന്റെ. കാരണം നിത അവിടെ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിത അവിടെ വന്ന് നിതനെ കുറച്ചു നേരം അവിടെ കിടത്തിയിട്ടൊക്കെയാണ് വിട്ടത്. കാരണം അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ അടിച്ച് അരണ്ട് കീപ്പോട്ട് എനിക്കൊന്നും അറിയുന്നില്ല എന്നുള്ള രീതിയിലാണ് വന്നത്. അതെ അതെ അതെ. അപ്പൊ എന്നിട്ടും വേദന മാറിയിട്ടില്ല. പക്ഷെ അരണ്ട് കീപ്പോട്ട് കരിപ്പുണ്ട്. അങ്ങനെ കുറച്ചു നേരം അവിടെ കിടത്തി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് അങ്ങനെ വിട്ട് അങ്ങനെ ആദ്യത്തെ പീരീഡ്സ് നല്ല രീതിയിൽ സഫർ ചെയ്തിട്ട് തന്നെയാണ് മാറിയത്. പിന്നെ ഓരോ പ്രാവശ്യം കുറഞ്ഞ വന്ന് അൽഹംദുലില്ലാ 3 മാസം അല്ലെങ്കിൽ 3 പ്രാവശ്യത്തെ പീരീഡ്സിലുള്ള നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ മിറാക്കിൾ റിസൾട്ട് തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും അതുപോലെ ഇപ്പൊ ഈ ഒറ്റ സൂചിയിൽ മാറിയ പേഷ്യന്റ് ഒക്കെ ഉണ്ട്. പക്ഷെ 3 മാസം കഴിഞ്ഞിട്ടും ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്. പക്ഷെ മാറ്റങ്ങളില്ലാണ്ട് ആരും അങ്ങനെ കണ്ടിന്യൂ ചെയ്യില്ലല്ലോ. അപ്പം നിതയും അതിനൊരു ഒരാൾ മാത്രമാണ് നിത. ഒരുപാട് ആളുകൾ ഒരാൾ മാത്രമാണ് നിത. അപ്പൊ എല്ലാവർക്കും അതൊരു അറിയിപ്പ് കൂടിയാണ്. അതായത് ഡ്രഗ്സ് ഇല്ലാതെയും ശരീരത്തിന് ഒരു തരത്തിലുള്ള ഹാനികരമാവാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും ഇത്തരം പ്രയാസങ്ങളും അക്യുപങ്ചറിലൂടെ മാറ്റാം എന്നുള്ളത്. താങ്ക് യു. അസ്സലാമു അലൈക്കും.